ഹലോ ഗൈസ്, ഈ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചിരിച്ച് മരിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2 മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു റീല് ഓർമ്മ വന്നു കേട്ടോ. പക്ഷേ അതിന് പച്ചമാങ്ങയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ മാങ്ങ പഴുക്കേണ്ട സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ പഴുത്ത മാങ്ങ കിട്ടിയത്. അപ്പം മാങ്ങ നല്ല നീളത്തിൽ അങ്ങോട്ട് വെട്ടിയെടുത്തു. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. ഈ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് വറ്റൽമുളകാണ് കേട്ടോ. ഒരു 3-4 വറ്റൽമുളകും ആ എണ്ണയിൽ തന്നെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇനി വീണ്ടും റിപ്പീറ്റേഷൻ തന്നെ. എനിക്കിത് പറഞ്ഞ് നിങ്ങൾക്കിത് കേട്ടും എടുത്തിട്ടുണ്ടാവില്ലേ, സാരില്ല. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മാങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മാങ്ങയിൽ നിന്ന് നന്നായിട്ട് വഴച്ചെടുക്കുക. ഓവർ കുക്ക്ഡ് ആവണ്ട, ഒന്ന് ജസ്റ്റ് കുക്കായാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഉണക്കമുളകും ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ വറ്റിച്ചെടുത്ത എണ്ണയിൽ ഒന്നങ്ങോട്ട് കുഴച്ചെടുക്കുക. ഒന്ന് മിക്സിങ് അങ്ങനെ മിക്സ് ചെയ്ത് ഒരു വഴിയായിട്ടുണ്ട്. പക്ഷേ കൈ നീറിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ. അങ്ങനെ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അനുവിനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പക്ഷെ അവൾക്ക് അങ്ങോട്ട് ലൈക്കായിട്ടില്ല. എനിക്കെന്തോ ആദ്യം കഴിച്ചപ്പോൾ വലിയ ലൈക്ക് തോന്നിയില്ല. പക്ഷെ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമാണ്. കുഴപ്പമില്ല, കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ള് പ്ലേറ്റ് കാലിയാക്കിയിട്ടുണ്ട്. അതിൽ ബാക്കി കുറച്ച് ഗ്രേവി വന്നിട്ടുണ്ട്. അത് നമുക്ക് ചോറിന് കൂട്ടാം.